കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, കഴിഞ്ഞ 3 ആഴ്ചകളായി പരിശുദ്ധ സഭയുടെ കൂദാശകളുടെ ആദ്യത്തെ കൂദാശയായ വിശുദ്ധ മാമോദിസായെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നാം ഈ ക്ലാസ്സിലൂടെ പരിശുദ്ധ സഭയുടെ വിശുദ്ധ മൂറോൻ കൂദാശയെക്കുറിച്ചും തൈലാഭിഷേക കൂദാശയെക്കുറിച്ചുമാണ് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ സുറിയാനി സഭയിൽ മൂറോൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക തൈലം ഉണ്ട്. ഇത് ഗ്രീക്ക് പദമായ മൈറോനിൽ നിന്ന് മൂറോൻ എന്ന പദം ഉടലെടുത്തതായി കരുതപ്പെടുന്നു. ഇതിന് ലേപനം, ഓയിൻമെന്റ്, തൈലം, സുഗന്ധ തൈലം, അഭിഷേക തൈലം എന്നീ പേരുകളിലൊക്കെയും ഇത് അറിയപ്പെടുന്നു. പരിശുദ്ധ സുറിയാനി സഭയിൽ ഇതിനെ മൂറോൻ കാദീശോ അല്ലെങ്കിൽ പരിശുദ്ധ മൂറോൻ എന്ന് വിളിക്കുന്നു. സുറിയാനി സഭയിൽ ഇപ്പോൾ പരിശുദ്ധ പാത്രികീസ് ബാവായാൽ കൂദാശ ചെയ്യപ്പെട്ട മൂറോൻ തൈലം മാത്രമേ വൈദികർക്ക് മൂറോൻ അഭിഷേകത്തിന് നൽകുവാൻ മെത്രാപ്പൊലീത്തമാർക്ക് അനുവാദമുള്ളൂ. സഭയുടെ കാനോൻ അനുസരിച്ച് പെസഹ വ്യാഴാഴ്ചയാണ് സാധാരണയായി ഈ മൂറോൻ കൂദാശ നടത്തപ്പെടുന്നത്. സഭയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കൂദാശയാണ് അല്ലെങ്കിൽ ശുശ്രൂഷയാണ് മൂറോൻ കൂദാശ എന്ന് പറയുന്നത്. സുദീർഘമായ ഒരുക്കങ്ങളും പ്രാർത്ഥനകളും ആവശ്യമായ ഈ ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം അല്ലെങ്കിൽ ദിനങ്ങൾ എന്ന് പറയുന്നത് വലിയ നോയമ്പിന്റെ സമയത്തായതുകൊണ്ടാണ് കൂടുതലായിട്ട് നോയമ്പിൽ പെസഹ വ്യാഴാഴ്ചയാണ് മൂറോൻ കൂദാശ സാധാരണ നടത്താറുള്ളത്. എന്നാൽ മറ്റു നോയമ്പുകളിലും ഒക്കെയും ഇത് നിർവഹിക്കുന്നതിന് തടസ്സം ഉള്ളതുമല്ല. പെസഹ വ്യാഴാഴ്ച എന്ന് പറയുന്നത് നമുക്കറിയാം, കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതായ വലിയ ദിവസമാണ്. അപ്പോൾ മനുഷ്യനിർമ്മിതമായ അപ്പവും വീഞ്ഞും കൈകളിൽ എടുത്തുകൊണ്ട് ഇതെന്റെ ശരീരവും രക്തവുമാകുന്നു എന്ന് പറഞ്ഞ് കർത്താവ് അവർക്ക് നൽകിയപ്പോൾ അവിടെ സംഭവിച്ച ആ വലിയ രൂപാന്തരം, വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാനം, ആ ദിവസം തന്നെ പരിശുദ്ധ സഭയുടെ പരിശുദ്ധാത്മാ വിളിയുടെ ആഹ്വാനമായ പരിശുദ്ധാത്മാവ് വസിക്കുന്നതായ ആ വലിയ കൂദാശ നിർവഹിക്കുവാൻ പരിശുദ്ധ പിതാക്കന്മാര് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മൂറോൻ കൂദാശ എന്ന് പറയുമ്പോൾ സാധാരണയായി ഒരു വലിയ ശുശ്രൂഷയാണെന്ന് പറഞ്ഞുവല്ലോ. ഈ ശുശ്രൂഷ വളരെ ദൈർഘ്യമേറിയതാണ്. എന്നാൽ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഏകദേശം 8ൽ പരം സുഗന്ധ ദ്രവ്യങ്ങൾ കൂട്ടിച്ചേർത്ത്, അതിനൊക്കെയും അതിൻ്റെതായ കണക്കുകളുണ്ട്, അതൊക്കെയും കൂട്ടി യോജിപ്പിച്ച് ഒലിവെണ്ണ ചേർത്ത് ഏകദേശം 3 മണിക്കൂറോളം അത് നന്നായിട്ട് തിളപ്പിച്ച് അതിനുശേഷം അത് തണുത്തു കഴിയുമ്പോൾ അത് മൂറോൻ കൂദാശയ്ക്ക് ആവശ്യമായ പാത്രങ്ങളിലേക്ക് പകർന്നാണ് ഈ മൂറോന്റെ കൂദാശ ആരംഭിക്കുന്നത്. പിന്നീട് ദൈർഘ്യമായ വലിയ 2 ശുശ്രൂഷകളാണ് ഈ സമയത്ത് ഉള്ളത്. അത്രമാത്രം പ്രാധാന്യത്തോടെ വേർതിരിച്ച് എടുക്കുന്നതായ, അത്രമാത്രം നോമ്പോടുകൂടിയും ഉപവാസത്തോടുകൂടിയും അനുഷ്ഠിക്കുന്നതായ അല്ലെങ്കിൽ ആ കുർബാനയിൽ സംബന്ധിക്കുന്ന, അത് നിർവഹിക്കുന്ന പരിശുദ്ധ പാത്രികീസ് ബാവ അത്രമാത്രം ഒരുക്കത്തോടുകൂടെ സഭയിലെ മറ്റ് മെത്രാപ്പൊലീത്തമാരുടെ, കാതോലിക്ക ബാബായുടെ ഒക്കെയും വലിയ സഹകാർമ്മികത്വത്തിൽ ചെയ്യുന്നതായ ഒരു വലിയ ശുശ്രൂഷയാണ്. പരിശുദ്ധ സഭയിൽ മൂറോന്റെ ഉപയോഗമെന്ന് പറയുന്നത് പ്രത്യേകമായിട്ടും മാമോദിസായ്ക്കും അതുപോലെ തന്നെ പള്ളികളുടെ കൂദാശയ്ക്ക്, ദൈവാലയങ്ങളുടെ കൂദാശയ്ക്ക്, അതുപോലെ തബലീത്തായുടെ കൂദാശ, ഈ 3 സമയത്താണ് മൂറോൻ പരിശുദ്ധ സഭയിൽ ഉപയോഗിക്കുന്നത്. വിശുദ്ധ മാമോദിസായിൽ നമുക്കറിയാവുന്നതുപോലെ മൂറോൻ വെള്ളത്തിൽ ഒഴിക്കുകയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ നെറ്റിയിൽ
മൂറോൻ കൊണ്ട് റൂസ്മ വരയ്ക്കുകയും കുരിശടയാളത്തിൽ റൂസ്മ വരയ്ക്കുകയും അതുപോലെ തന്നെ ആ സ്ഥാനാർത്ഥിയെ മാമോദിസ മുങ്ങുന്ന ആളുടെ ശരീരത്തിൽ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ മൂറോൻ അഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ട് 4 വലിയ ആശയങ്ങളാണ് യെറുസലേമിലെ വിശുദ്ധനായ മോർ കൂറിലോസ് പറയുന്നത്. ഒന്നാമത് അദ്ദേഹം പറയുന്നു, മൂറോൻ അഭിഷേകത്തിലൂടെ യോർദാനിലെ യേശുവിന്റെ അഭിഷേകത്തിൽ നമുക്ക് പങ്കുണ്ടാകും. മൂറോൻ അഭിഷേകത്തിലൂടെ യോർദാനിലെ യേശുവിന്റെ അഭിഷേകത്തിൽ നമുക്ക് പങ്കുണ്ടാകും. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നു. അപ്പം പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു. മൂന്നാമതായിട്ട് സാത്താനെ വിട്ടുമാറുവാനുള്ള ഒരു വലിയ സംരക്ഷണം ഈ മൂറോൻ അഭിഷേകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. നാലാമതായിട്ട് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് സാത്താനോടുള്ള മത്സരത്തിന്റെ ഒരുക്കം, അതുപോലെ ക്രിസ്ത്യാനി എന്ന പേര് ലഭിക്കുവാനുള്ള അനുവാദം, രാജകീയവും പൗരോഹിത്യപരവുമായ അഭിഷേകം. അപ്പം ഇങ്ങനെ 4 വലിയ ഘടകങ്ങൾ മൂറോനുമായിട്ട് ബന്ധപ്പെട്ട്, മൂറോൻ അഭിഷേകവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് പരിശുദ്ധനായ കൂറിലോസ് നമ്മളെ അറിയിക്കുകയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് എഡേസയിലെ മോർ യാക്കോബ് പറയുന്നത് ഇപ്രകാരമാണ്: ഒരു വശത്ത് മനുഷ്യന് ചേരുന്ന പ്രകാരം മൂറോൻ കൂദാശ ചെയ്യപ്പെടുകയും വേറൊരു വശത്ത് ദൈവത്തിന് ചേരുന്ന പ്രകാരം അത് എല്ലാറ്റിനെയും ശുദ്ധീകരിച്ച് പൂർത്തീകരിക്കുന്നു. അപ്പൊ എഡേസയിലെ മോർ യാക്കോബ് അദ്ദേഹമാണ് പരിശുദ്ധ സുറിയാനി സഭയിലെ ഒരുപാട് ക്രമങ്ങൾ, പ്രത്യേകിച്ച് കൂദാശ ക്രമങ്ങളൊക്കെ നല്ല രൂപത്തിൽ ക്രോഡീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണ്, ഒരു വശത്ത് മനുഷ്യന് ചേരുന്ന വിധത്തിൽ മൂറോൻ അഭിഷേകം അല്ലെങ്കിൽ മൂറോൻ കൂദാശ ചെയ്യപ്പെടുമ്പോൾ വേറൊരു വശത്ത് ദൈവത്തിന് ചേരുന്ന പ്രകാരം അതെല്ലാത്തിനെയും ശുദ്ധീകരിച്ച് പൂർത്തീകരിക്കുന്നു. അപ്പം അതാണ് മൂറോനുള്ള സഭയിലെ സ്ഥാനം. അത്രമാത്രം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ആ മൂറോൻ അഭിഷേകം നാം നിവർത്തിക്കുന്നത്. മൂറോൻ തൈലത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട് എന്ന് നമുക്കറിയാം. ഇതിൽ നിന്ന് ലഭിക്കുന്നത് ഒരു ദൈവീക പരിമളമാണ്, ദൈവിക സുഗന്ധമാണ്, ദൈവിക വാസനയാണ്. അതുകൊണ്ടാണ് ശലോമോൻ തന്റെ ഉത്തമഗീതത്തില് ഇപ്രകാരം പറയുന്നുണ്ട്. ഉത്തമഗീതം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം പരിശുദ്ധ ബൈബിളില്, മറ്റു ബൈബിളിലാണെങ്കിൽ 3-ാമത്തെ വാക്യമായിരിക്കും. നിന്റെ തൈല പരിമളം അതിമോഹനീയം, നിന്റെ നാമം മൂറോൻ തൈലം എന്നാണല്ലോ, മൂറിൻ തൈലം എന്നാണല്ലോ. അപ്പോൾ ശലോമോൻ പറയുകയാണ്, നിന്റെ തൈല പരിമളം അതിമോഹനമാണ്, നിന്റെ നാമം മൂറിൻ തൈലം എന്നാണല്ലോ. അപ്പോൾ ഈ വേദഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് നാസിയാൻസിലെ ഗ്രീഗറി ഇപ്രകാരം പറയുന്നുണ്ട്: ഒരു സുഗന്ധ പരിമള വാസന നമ്മുടെ ചുറ്റിലും ആയിരിക്കുന്നതിന് വേണ്ടി നമ്മൾ സുഖം പ്രാപിക്കട്ടെ. നമുക്ക് വേണ്ടി അഭിഷേകൻ കഷ്ടം അനുഭവിച്ചതിനാലും ആത്മീയതയിൽ നാം അവനെ സ്വീകരിക്കുകയും വേണം. അങ്ങനെ നാം അവനാൽ രൂപാന്തരം പ്രാപിച്ച് വാർത്തെടുക്കപ്പെടട്ടെ. അങ്ങനെ മറ്റുള്ളവർ നമ്മളിലുള്ള സുഗന്ധം മണക്കട്ടെ. വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് നാസിയാൻസിലെ ഗ്രീഗറി പറയുന്നത്. ഒരു സുഗന്ധ പരിമളത്തിന്റെ വാസന നമുക്ക് ചുറ്റുമുണ്ടായിരിക്കും. കാരണം നമുക്ക് വേണ്ടി അഭിഷേകൻ അത് കഷ്ടം അനുഭവിച്ചു. അതായത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചതിനാൽ ആത്മീയതയിൽ നാം അവനെ സ്വീകരിക്കുകയാണ്, അല്ലെങ്കിൽ നാം അവനെ സ്വീകരിക്കണം. അങ്ങനെ അവൻ രൂപാന്തരം പ്രാപിച്ച് നമ്മളെ അവൻ വാർത്തെടുക്കട്ടെ. അങ്ങനെ മറ്റുള്ളവർ നമ്മളിലുള്ള സുഗന്ധം മണക്കട്ടെ എന്ന് നാസിയാൻസിലെ ഗ്രീഗറി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മാമോദീസ ഏറ്റ ഒരുവനിൽ നിലനിൽക്കുന്ന മൂറോന്റെ സുഗന്ധ പരിമള വാസനയാൽ അവൻ സുഖം പ്രാപിക്കുകയും ദൈവം അവനെ സ്വർഗരാജ്യത്തിന് വേണ്ടി രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്യുകയാണ്. അപ്പൊ മാമോദീസായിലൂടെ നാം ഏൽക്കുന്നതായ ആ സുഗന്ധ പരിമള വാസന മൂലം ദൈവം നമ്മളെ സ്വർഗരാജ്യത്തിന് വേണ്ടി രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട്. പിന്നീടുള്ള നമ്മുടെ വളർച്ചയൊക്കെ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ മകനായി മകളായി തീരുവാൻ നാം മകനായി തീർന്നുകൊണ്ട് നാം ഈ ലോകത്തില് ജീവിക്കുകയാണ്. അപ്പൊ മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധ സഭ മൂറോൻ അഭിഷേകം നടത്തുകയുള്ളൂ. കാരണം
മൂറോനിലൂടെ ക്രിസ്തുവിൽ ജനിച്ചവർ സ്വർഗരാജ്യത്തിന് വേണ്ടി വളർച്ച പ്രാപിക്കുകയാണ്. അപ്പം മൂറോൻ മാമോദീസ നൽകിയതായ സ്വീകരിച്ചതായ വ്യക്തിക്കാണ് പരിശുദ്ധ സഭ നൽകുന്നത്. അതുവഴി അവൻ ക്രിസ്തുവിൽ ജനിച്ച് സ്വർഗരാജ്യത്തിന് വേണ്ടി അവന്റെ വളർച്ച, അവന്റെ പൂർണ്ണത അവൻ നിറവേറ്റുകയാണ്. അപ്പോൾ ഈ മൂറോനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധാരണ കേൾക്കുന്നതായ ഒരു സംശയം, പരിശുദ്ധ സഭ ഇങ്ങനെ മൂറോൻ കൂദാശയൊക്കെ ഉണ്ട്, ഈ മൂറോന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. എന്നാൽ ഇതിന് വേദപുസ്തകത്തിൽ എവിടെയാണ് ഇതിന്റെ വേദപുസ്തക അടിസ്ഥാനം? ഇതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ എന്തെങ്കിലും പ്രതിപാദിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ളതായ ന്യായമായ സംശയങ്ങൾ പലരിൽ നിന്ന് കേൾക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മൂറോൻ കൂദാശയുടെ വേദപുസ്തക അടിസ്ഥാനം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. അതില് യേശു തമ്പുരാൻ ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്യം: ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിക്കും, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിനായി മറ്റൊരു ആശ്വാസപ്രദനെ താൻ നിങ്ങൾക്ക് തരും. എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് മറ്റൊരു ആശ്വാസപ്രദനെ ഞാൻ നിങ്ങൾക്ക് തരും. അതാണ് യേശു ക്രിസ്തുവിന്റെ വലിയ വാഗ്ദാനം. അപ്പൊ ആ ആശ്വാസപ്രദനൻ വിശുദ്ധ മൂറോനിലൂടെ നമ്മളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് മൂറോൻ കൂദാശയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേദപുസ്തക അടിസ്ഥാനമാണ്, യേശുവിന്റെ വാക്കുകളാണ്. ഞാൻ നിങ്ങൾക്ക് തരുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിപ്പീൻ. ആ പരിശുദ്ധാത്മാവിന്റെ സുഗന്ധത്താൽ നിങ്ങൾ എല്ലാവരും വെടിപ്പുള്ളവരായി തീരുവീൻ, നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവീൻ എന്നുള്ള ആ വലിയ സന്ദേശമാണ് മൂറോൻ കൂദാശ, മൂറോന്റെ വേദപുസ്തക അടിസ്ഥാനം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിൽ 18-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ മൂറോനെ കുറിച്ച്, അല്ലെങ്കിൽ എണ്ണയിൽ വിശേഷമായ തൈലം എന്നാണ് സൂചിപ്പിക്കുന്നത്. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 12-ാമത്തെ വാക്യത്തില്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യപ്പെട്ടു വരുന്നവരെ പൂശുവാനായിട്ട്, ശുദ്ധീകരിക്കുവാനായി ഈ തൈലം ഉപയോഗിച്ചിരുന്നുവെന്ന് ലേവ്യ പുസ്തകം 14-ാമത്തെ അധ്യായത്തില് പല ഭാഗങ്ങളിലായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ രോഗാവസ്ഥയിൽ ആയിരുന്നതായ ഒരു വ്യക്തി സുഖപ്പെട്ടു വരുമ്പോൾ അവനിൽ വീണ്ടും അവനെ ശുദ്ധീകരിച്ചെടുക്കുന്നതിന് വേണ്ടി വിശേഷമായ തൈലം ഉപയോഗിച്ചിരുന്നു എന്ന് പഴയ നിയമ പുസ്തകങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ യേശുവിനെ മറിയാം തൈലം കൊണ്ട് അഭിഷേകം ചെയ്തതിനെ യേശുവിന്റെ രാജ്യത്വത്തെയും പൗരോഹിത്യത്തെയും അംഗീകരിക്കുന്നതിന്റെ സൂചനയായിട്ടും തന്റെ കബറടക്കത്തിന്റെ ഒരുക്കത്തിന്റെ പ്രതീകമായും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ വേദഭാഗം നമുക്ക് മറിയാം യേശുവിന്റെ കാലിൽ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങള്, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങള്, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പഴയ പുതിയ നിയമങ്ങളിലൊക്കെ ഇതിന് വേദപുസ്തക അടിസ്ഥാനമാണ്. ദൈവം അയക്കുന്ന ആ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് ആ മൂറോനിലൂടെ, ആ ശുദ്ധീകരണത്തിലൂടെ നമ്മളിൽ പ്രവേശിച്ച് നമ്മളെ ദൈവത്തിന് യോഗ്യമായി നടത്തുകയാണ് ചെയ്യുന്നത്. സഭയിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 3-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിരിക്കുന്നതായ തോമായുടെ പ്രവൃത്തികളിലാണ്, ലാക്ട് ഓഫ് തോമസ്. അതിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. 3-ാം നൂറ്റാണ്ടിലെ റൈറ്റിംഗ്സ് ആണ്. അതിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള അടയാളമായി മാമോദീസായിലെ അഭിഷേകത്തെ പരിഗണിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പം തെരഞ്ഞെടുക്കപ്പെട്ടവരെ തിരിച്ചറിയുന്ന അടയാളമായിട്ട് മൂറോനെ പരിശുദ്ധ സഭ കാണുന്നു. ആക്ട് ഓഫ് തോമസിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സഭാപിതാവായ പരിശുദ്ധനായ മോർ അഫ്രേം ഇതിനെക്കുറിച്ച് പറയുന്നത്, മൂറോൻ ജീവന്റെ പ്രതീകമായും ക്രിസ്തുവിന്റെ പ്രതീകമായും അദ്ദേഹം ഈ തൈലത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. മൂറോനെ ജീവന്റെ പ്രതീകമായും ക്രിസ്തുവിന്റെ പ്രതീകമായുമാണ് അഫ്രേം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ സഭാപിതാവായ മോശെ ബർക്കീഫോ, അദ്ദേഹം മൂറോൻ അഭിഷേകത്തെ കുറിച്ച് ഇപ്രകാരമാണ്: മശിഹായുടെ അടയാളം തിന്മകളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി അയാളുടെ അവയവങ്ങളിൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. അയാളുടെ സന്തുക്കൾ ധർമ്മത്തിന്റെ ഉപകരണങ്ങൾ ആകേണ്ടതിന് തന്നെ. അപ്പോൾ മോശ ബർക്കീഫോ മൂറോനെ കുറിച്ച്, അല്ലെങ്കിൽ മൂറോൻ അഭിഷേകത്തെ കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നത്,
ഇത് ആത്മാവിന്റെ മധുരിമയാണ്. പരിശുദ്ധാത്മാവിന്റെ മധുരിമ, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത, പരിശുദ്ധാത്മാവിന്റെ സ്വീകാര്യത, അതുപോലെ തന്നെ പിശാചികൾ ഭയക്കുന്ന മെസ്സിഹായുടെ അടയാളം, കൂടാതെ സന്തുക്കളെ, നമ്മുടെ സന്ധികളെ ധർമ്മത്തിന്റെ ഉപകരണങ്ങൾ ആക്കുന്ന വിശുദ്ധ തൈലം. ഇതൊക്കെയാണ് മോശെ ബർ കിഹോ മൂറോൻ അഭിഷേകത്തെ കുറിച്ച് വിവരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭയുടെ ദൈവാലയങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി വിശുദ്ധ മൂറോൻ ഉപയോഗിക്കുന്നത്. മൂറോൻ ഉപയോഗിച്ചാണ് ദേവാലയങ്ങളൊക്കെയും ശുദ്ധീകരിക്കുന്നത്. മൂറോൻ കൂദാശ ചെയ്യപ്പെട്ട ദേവാലയങ്ങളിൽ അതിന്റെ പൂർണ്ണത വരുന്നത് അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ്. അപ്പം ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതായ ഘടകങ്ങളാണ്. അതുകൊണ്ടാണ് മൂറോൻ അഭിഷേകം ചെയ്യപ്പെടുന്ന, മൂറോൻ കൂദാശ ചെയ്യപ്പെടുന്ന ദേവാലയങ്ങളിൽ ആ ശുശ്രൂഷയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന അർപ്പിച്ച് അത് പൂർണ്ണമാക്കുന്നത്. പർസലിബി പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മൂറോനാൽ കൂദാശ ചെയ്യപ്പെട്ട ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചില്ല എങ്കിൽ അത് പൂർണ്ണമാക്കപ്പെടുന്നില്ല. അപ്പൊ വിശുദ്ധ കുർബാനയിലൂടെ, കുർബാന അർപ്പണത്തിലൂടെ അത് പൂർണ്ണമായിട്ടും പൂർണ്ണമാകുകയാണ്. ആ ശുശ്രൂഷ അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ മാമോദീസായിലും മൂറോൻ അഭിഷേകം ചെയ്ത വ്യക്തിക്ക് കുർബാന നൽകുമ്പോൾ മാത്രമാണ് ആ കൂദാശ പൂർണ്ണമായിട്ടും പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത്. മൂറോൻ അഭിഷേകം മാമോദിസ നടത്തി ആ കുഞ്ഞിനെ മൂറോൻ അഭിഷേകം ചെയ്ത് മൂറോൻ റൂസ്മ ചെയ്തതിന് ശേഷം വിശുദ്ധ കുർബാന ആ കുഞ്ഞിനെ നൽകുമ്പോൾ പൂർണ്ണമായിട്ടും ആ ശുശ്രൂഷ അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുകയാണ്. ഇനിയും മൂറോൻ കൂദാശയെക്കുറിച്ച് പരിശുദ്ധ സഭ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു കൂദാശയാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുവല്ലോ. അതിനെക്കുറിച്ച് പറയുന്നത്, ആവശ്യം നേരിടുന്ന ഏത് സമയത്തും മൂറോൻ കൂദാശ ചെയ്യാവുന്നതാണ്. മൂറോൻ കൂദാശ സാധാരണയായി വലിയ നോയമ്പിന്റെ പെസഹ വ്യാഴാഴ്ചയാണ് ചെയ്യുന്നതെന്ന് ഓർമ്മിപ്പിച്ചുവല്ലോ. എന്നാൽ ആവശ്യം നേരിടുന്ന ഏത് സമയത്തും അത് ചെയ്യുവാനായിട്ട് സഭയുടെ തലവനെ പരിശുദ്ധ സഭയുടെ കാനോൻ അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ മൂറോൻ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകരുവാനോ പരസ്പരം കൊടുക്കുവാനോ വൈദികർക്ക് അനുവാദമില്ല. മെത്രാപ്പോലീത്തായുടെ അടുത്ത് ചെന്ന് അത് വാങ്ങിച്ചു കൊള്ളണമെന്നാണ് സഭ അനുശാസിക്കുന്നത്. അത്രമാത്രം ശ്രേഷ്ഠമായി മൂറോൻ തൈലത്തെ സഭ കാണുന്നു. ആ തൈലത്തിന്റെ വിശുദ്ധിയെ സഭ മാനിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം പരസ്പരം ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകരുവാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് വേറൊത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാനോ ഒന്നും വൈദികർക്ക് അനുവാദമില്ലാതെ മെത്രാപ്പോലീത്തായിട്ട് അടുത്ത് ചെയ്യുന്നത്. അതായത് പകരുക എന്ന് പറയുമ്പോൾ അത് സൂക്ഷിക്കുന്നതായ ആ പാത്രം, ആ കുപ്പി അത് പൊട്ടുകയോ വല്ലതും ചെയ്താൽ അതിൽ നിന്ന് മാറ്റിയൊരു വേറെ കുപ്പിയിലോട്ട് മാറ്റി വെക്കുവാനോ വൈദികർക്ക് സാധിക്കില്ല. അതുമായി മെത്രാപ്പോലീത്തായിട്ട് അടുത്ത് ചെന്ന് അല്ലെ മെത്രാപ്പോലീത്ത അവിടെ വരുന്ന അവസരത്തിൽ അത് ചെയ്യുവാന് ചെയ്യിക്കണമെന്നാണ് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മൂറോൻ കുപ്പി എടുക്കുവാനും കൊണ്ടുപോകുവാനും പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും അധികാരമില്ല. ശമാശന് പോലും അത് വഹിക്കുവാനോ കൊണ്ടു നടക്കുവാനോ അധികാര സഭ നൽകുന്നില്ല. ഇതൊക്കെ വളരെ പ്രത്യേകിച്ച് വൈദികരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ്. ഇന്ന് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാതെ പലപ്പോഴും അത് അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതായിട്ട് പല അവസരങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന്റെ ശ്രേഷ്ഠതയെ, അതിന്റെ വിശുദ്ധിയെ മാനിച്ച് നമ്മളേറ്റതായ ശുശ്രൂഷയെ ആ ഏറ്റവും നല്ല രൂപത്തിൽ ആ പൗരോഹിത്യ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത നിലനിർത്തുവാൻ നമുക്ക് ഇതിലൂടെ സാധിക്കണം. കാരണം ഇത് മൂറോൻ സൂക്ഷിക്കുന്ന പള്ളിയിൽ പ്രത്യേകമായിട്ട് സ്ഥലങ്ങൾ ദേവാലയത്തിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ മൂറോൻ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതൊക്കെ വലിയ കുറ്റത്തിന്, നമുക്ക് വലിയ ദോഷത്തിന് കാരണമായി തീരും എന്നും പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഇത് അന്മേനികൾ കൈകാര്യം ചെയ്യുന്നതല്ല, വൈദികർ കൈകാര്യം ചെയ്യുന്നതാണ്. എന്നാൽ വൈദികരും അതിവിശുദ്ധതയോടുകൂടി, ശ്രേഷ്ഠതയോടുകൂടി, വലിയ ബഹുമാനത്തോടുകൂടി വേണം അത് ചെയ്യുവാനും ആ മൂറോൻ എടുക്കുവാനും അത് ഉപയോഗിക്കുവാനും അത് ചെയ്യുന്ന ശുശ്രൂഷകളിലൊക്കെ ആ രൂപത്തിൽ വേണം അത് അനുവർത്തിക്കുവാനുമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക. പിന്നീട് ഒരു വിശ്വാസിയുടെ നെറ്റിയിൽ വിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ വിശുദ്ധ സ്ലീബായുടെ അടയാളത്തിൽ നാം കുരിശു വരയ്ക്കുന്നുണ്ട്, റൂസ്മ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ കൽപ്പിക്കുന്നത് നമ്മുടെ നെറ്റികളിൽ മറ്റ് പൊട്ട് അല്ലെങ്കിൽ മറ്റ് ചമയങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. കാരണം വിശുദ്ധ മൂറോന്റെ അഭിഷേകത്താൽ അവിടെ
തൃത്വനാമത്തിൽ റൂഷ്മ ചെയ്തിട്ടുണ്ട്, കുരിശടയാളം വരച്ചിട്ടുണ്ട്. അതിന്മേളിലായിട്ട് മറ്റൊരു കാര്യവും നാം ചെയ്യുവാൻ പാടില്ല എന്ന് സഭ പഠിപ്പിക്കുന്നതും അതുകൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റ് മുറോനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, മാമോദിസ തൊട്ടിയെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു, ആത്മീയ ഉദരമായിട്ട് നാം വിശേഷിപ്പിക്കുന്നുണ്ട്, അല്ലെ സഭ പ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആത്മീയ ഉദരമായ മാമോദിസ തൊട്ടിയിൽ വെച്ചാണ് ഒരു കുഞ്ഞ് വീണ്ടും ജനിക്കുന്നത്. ആ മാമോദിസ തൊട്ടിയിലേക്ക്, അതിലെ വെള്ളത്തിലേക്ക് വിശുദ്ധ മൂറോൻ കലർത്തപ്പെടുന്നത് കൊണ്ടാണ് ആ മാമോദിസ തൊട്ടി ഏറ്റവും വിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇന്ന് മാമോദിസ തൊട്ടി ആ മാമോദിസ സമയത്ത് മാത്രം അത് തൂത്ത് വൃത്തിയാക്കി അല്ലെങ്കിൽ അത് ആ രൂപത്തിൽ സൂക്ഷിക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ അത് പുരോഹിതന്മാർ വളരെ ശ്രദ്ധിക്കേണ്ടതായ സംഗതികളാണ്. മാമോദിസ തൊട്ടി വളരെ വെടിപ്പായി സൂക്ഷിക്കണം. മാമോദിസ തൊട്ടിയുടെ അകത്തോ അതിന്റെ പുറത്ത് അത് കവർ വെച്ച് സാധാരണ മൂടിയിരിക്കും. മറ്റു സാധനങ്ങളൊന്നും വെക്കുവാനായിട്ട് പാടില്ല. മാമോദിസ തൊട്ടിയുടെ അകത്തോ അതിന്റെ പുറത്തോ അതിന്റെ അടുപ്പിന്റെ മേളിലോ മറ്റു യാതൊരു വിധമായ സാധനങ്ങളോ സൂക്ഷിക്കാനോ വെക്കുവാനോ അനുവാദമുള്ളതല്ല. അതുപോലെ തന്നെ പള്ളിയുടെ തെക്കുവശത്താണ് സാധാരണ മാമോദിസ തൊട്ടി കാണുന്നത്. അതിന്റെ അടുത്ത് ആളുകൾ നിൽക്കുമ്പോൾ അത് ചാരി നിൽക്കാനോ കൈകുത്തി നിൽക്കുവാനോ ഒന്നും ഇടപെടുവാനായിട്ട് പാടില്ല. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് വൈദികരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വിശ്വാസികളെ പറഞ്ഞ് പഠിപ്പിക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതായ ആവശ്യമുണ്ടെന്ന് സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അത്രമാത്രം വിശുദ്ധിയോടുകൂടി മാമോദിസ തൊട്ടിയാകുന്ന ആത്മീയ ഉദരത്തെ, കാരണം പരിശുദ്ധാത്മാവ് അതിൽ ഇറങ്ങി വസിച്ച ഒരു കുഞ്ഞിനെ വീണ്ടും ജനിപ്പിക്കുന്നതാണ്. അത് നമുക്ക് അശ്രദ്ധമായി അലക്ഷ്യമായി അത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല എന്നുള്ള കാര്യവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മൂറോനും മാമോദിസായും വിശുദ്ധ കുർബാനയുമാണ് മാമോദിസ മുങ്ങുന്ന ഒരു കുഞ്ഞിന് കിട്ടുന്നതായ, ഒരുമിച്ച് ലഭിക്കുന്നതായ 3 കൂദാശകൾ. ഇത്രയുമാണ് വിശുദ്ധ മൂറോനെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കാനുള്ളത്. കാരണം കൂടുതലായിട്ട് ഇത് വിശ്വാസികൾക്ക് മാമോദിസ സമയത്ത് മാത്രമേ ഇത് ലഭിക്കുന്നുള്ളൂ. മറ്റൊരു അവസരം ഇത് മൂറോൻ കൊണ്ടുള്ള അഭിഷേകം എന്ന് പറയുന്നത് ദൈവാലയങ്ങളുടെ കൂദാശ സമയത്താണ്. അതിന്റെ ദേവാലയത്തിന്റെ വിശുദ്ധ മദ്ബഹായിലും ത്രോണോസിലും അതുപോലെ ഹൈക്കലായിലെ മറ്റ് വാതിലുകളിലുമൊക്കെ ജനലുകളുടെയൊക്കെ മുകളിൽ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് പലപ്പോഴും നാം കണ്ടിട്ടുള്ളതാണ്. ഈ 2 സമയങ്ങളിലും അതുപോലെ തബലീത്തയുടെ കൂദാശയുടെ സമയത്തുമാണ് മൂറോൻ ഉപയോഗിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ മന്ദിരത്തെ, മനുഷ്യനിർമ്മിതമായ ഒരു മന്ദിരത്തെ, ഒരു കെട്ടിടത്തെ മൂറോൻ അഭിഷേകം ചെയ്യുന്നതോടുകൂടിയാണ് വിശുദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ വേണ്ടി അത് ശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആ മൂറോൻ അഭിഷേകത്തിലൂടെ ഒരു ദേവാലയത്തെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുന്നത് പോലെ തന്നെ ദൈവത്തിൽ വീണ്ടും ജനിക്കുന്നതായ ഒരു കുഞ്ഞിനെ ആ മൂറോൻ അഭിഷേകം ചെയ്ത് ആ കുഞ്ഞിനെയും ശുദ്ധീകരിച്ച് ദൈവവൈതലാക്കി അതിനെ മാറ്റുകയാണ്, ദൈവം വസിക്കുവാനുള്ള മന്ദിരമാക്കി അതിനെ മാറ്റുകയാണ് പരിശുദ്ധ സഭയിലൂടെ ചെയ്യുന്നത്. മൂറോനെ കുറിച്ചുള്ള ക്ലാസ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് തൈലാഭിഷേകത്തെ കുറിച്ചാണ് അടുത്ത ഭാഗം നമ്മൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം അതും തൈലം കൊണ്ടുള്ള അഭിഷേകമാണ്. അപ്പം അതിനെക്കുറിച്ചും ഇന്ന് നമുക്ക് ചിന്തിക്കാം. തൈലാഭിഷേകം എന്ന് പറയുന്നത് ഒരു രോഗിയുടെ മാനസികവും ശാരീരികവുമായ സൗഖ്യത്തിന് വേണ്ടി നൽകുന്ന ഒരു കൂദാശയാണ്. ഈ കൂദാശയിലൂടെ നാം ക്രിസ്തുവിനോട് അടുക്കുകയും അതിൽ നടക്കുന്നതായ കർമ്മ അനുഷ്ഠാനങ്ങളിലൂടെ ക്രിസ്തുവിനായി മാറുകയും ക്രിസ്തുവിനെ സ്വീകരിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കൂദാശയാണ് തൈലാഭിഷേകം എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ച് സംബന്ധിച്ച് രോഗവും അതിനോട് അനുബന്ധിച്ചതായ മറ്റു പല ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് തീർന്നിട്ടുണ്ട്. ഇന്നും നമുക്കറിയാം, എല്ലാ കാലങ്ങളിലും രോഗം മനുഷ്യന് വലിയ ബുദ്ധിമുട്ട്, വേദന, അതിലൂടെ ഉണ്ടാകുന്ന സഹനം, ഇങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ രോഗമുണ്ടാകുമ്പോൾ നാം കടന്നു പോകുന്നു. സാത്താന്റെ പ്രവർത്തനത്താൽ മനുഷ്യനുണ്ടാകുന്നതായ രോഗങ്ങൾ ആണെന്നും അതല്ല ദൈവത്തിന്റെ കോപത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണെന്നുമൊക്കെ നാം വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സമൂഹം, അതിൽ ചിലരെങ്കിലും ദൈവത്തിന് ബലികളും ദൈവത്തിന് നേർച്ചകളും കാഴ്ചകളും ഒക്കെ അണച്ച് ആ ദൈവകോപത്തിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ ചിലര് മന്ത്രവാദത്തിലൂടും മറ്റു പല രൂപത്തിലുള്ള
ദുരാചാരങ്ങളിലൂടെ അതിനൊക്കെ വിമുക്തി നേടുവാനായിട്ട് ശ്രമിക്കുന്നത് പലപ്പോഴും നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ കാണുകയും വായിച്ചറിയുകയും ചെയ്യുകയാണ്. അപ്പം രോഗങ്ങളിൽ നിന്നുള്ള വിമുക്തി മനുഷ്യന് ആവശ്യമാണ്. അതിനുവേണ്ടി പല രൂപത്തിലുള്ള കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുന്നു. എന്നാൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിന്റെ വഴികളിൽ ആ ദൈവത്തിൽ ശരണപ്പെട്ട് എന്റെ കുറവുകൾ കൊണ്ട് കുറ്റങ്ങൾ കൊണ്ട് സംഭവിച്ച തെറ്റിലൂടെയാണ് ഞാനൊരു രോഗിയായി മാറുന്നെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്ന കരുണ കൊണ്ട് അത് മാറ്റുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ശ്രമിക്കുകയാണ് ഈ കൂദാശയിലൂടെ ചെയ്യുന്നത്. എന്നാൽ ഇന്ന് തൈലാഭിഷേക കൂദാശയെ പലപ്പോഴും അന്ത്യകൂദാശ എന്ന രൂപത്തിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ കൂദാശ സ്വീകരിച്ചാൽ മരണം ഉറപ്പാണ്, ജീവൻ നഷ്ടപ്പെടുന്നവരെ അവരുടെ അവസാന സമയത്ത് സ്വീകരിക്കുന്ന ഒരു കൂദാശയാണ് എന്നൊക്കെയുള്ള പല തെറ്റിദ്ധാരണകളും ഇന്ന് സമൂഹത്തിലും അതുപോലെ നമ്മുടെ സഭാ മക്കളിലും പലപ്പോഴും കാണാവുന്നതാണ്. അതുകൊണ്ട് പലരും ചെയ്യുന്നുണ്ട്. ഒരു പുരോഹിതനെയൊക്കെ വിളിച്ച്, ഒരു വൈദികനെ വിളിച്ച് തൈലാഭിഷേകം ഒക്കെ നടത്തുമ്പോൾ ആരും അറിയാതെ, മറ്റാരോടും പറയാതെ വിളിച്ച് ചെയ്യുന്നതൊക്കെ ഈ ഒരു ചിന്താഗതിയാണ്. കാരണം അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് തൈലാഭിഷേകം കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ മരിച്ചു, ഇനി അവനൊരു ജീവിതമില്ല എന്നുള്ള ഒരു ചിന്തകൾ കൊണ്ട് പലപ്പോഴും ആ രൂപത്തിലൊക്കെ സമൂഹത്തിൽ വിശ്വാസികൾ സഭയില് അപ്രകാരമൊക്കെ പ്രവർത്തിക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ ഈ കൂദാശ സ്വീകരിക്കുന്നതിലൂടെ ഒരു വലിയ സൗഖ്യത്തെയാണ് പ്രാപിക്കുന്നത്. കാരണം ഈ കൂദാശ നിർവഹണത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെയൊക്കെയും മാറ്റുവാനും നാം വീണ്ടും ഒരു ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാനും ഈ കൂദാശ ഇടയാക്കുന്നുവെന്ന് നാം പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടതാണ്. കൂദാശകളെ കുറിച്ച് വേണ്ട വിധം സഭയിൽ പഠിപ്പിക്കലില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത് വിശ്വാസികൾക്ക് ആവശ്യമായ പ്രബോധനങ്ങൾ നൽകാത്തത് കൊണ്ടാണ് ഇപ്രകാരം ഒരു ചിന്ത അവരിൽ ഉണ്ടാകുന്നത്. കാരണം ഈ കൂദാശയുടെ സ്ഥാപനവും അതിന്റെ ഉദ്ദേശവും എന്താണെന്ന് പൂർണ്ണമായിട്ട് സഭാമക്കളെ പഠിപ്പിക്കുമ്പോഴാണ് ഈ കൂദാശയുടെ തൈലാഭിഷേകം എന്ന കൂദാശയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്, അതിനെക്കുറിച്ചുള്ളതായ തെറ്റിദ്ധാരണകള് മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമുക്കറിയാം, സമൂഹത്തിന്റെ ഒരു ചിന്താഗതികൾ, രോഗം വന്നാൽ ആരും പുരോഹിതന്മാരുടെ അടുക്കലേക്ക് പോകാറില്ല. ആദ്യം ചെയ്യുന്നത് നമ്മൾ ആശുപത്രിയിൽ പോകും, ഡോക്ടറെ കാണും, മരുന്ന് മേടിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അതാണ് എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അപ്രകാരം പ്രവർത്തിച്ചാൽ മാത്രമേ എനിക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം, എൻ്റെ രോഗത്തിനൊരു ശമനം ഉണ്ടാകൂ എന്നുള്ള ചിന്തയാണ് പലപ്പോഴും വിശ്വാസികളായ ആളുകളെ പോലും അതിലേക്ക് നയിക്കുന്നത്. അത് തെറ്റാണെന്നല്ല പറയുന്നത്. എന്നാൽ വൈദ്യശാസ്ത്രം എപ്പോഴും വിജയിക്കണമെന്നില്ല. അങ്ങനെ രോഗാവസ്ഥയിലായി ആശുപത്രിയിൽ പോയി പല ചികിത്സകളും നേടിയിട്ടും ആ രോഗത്തിന് ശമനം വരാതിരിക്കുമ്പോൾ നാം ചെയ്യുന്നത് എന്താ? നാം പിന്നെ വൈദികരോട്, ഇടവകയിലെ വികാരിയോട്, വൈദികരോട് പറയും, അച്ഛ ഇതുപോലൊരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്, അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണം. പിന്നെ പ്രാർത്ഥനയുടെ സമയമാണ്. പിന്നെ ധ്യാന കേന്ദ്രങ്ങൾ തേടി പോവുക, ധ്യാന ഗുരുക്കളെ തേടി പോവുക, അതുപോലെ തന്നെ ആത്മീയ കേന്ദ്രങ്ങളെ അന്വേഷിക്കുക. ഇതൊക്കെ വൈദ്യശാസ്ത്രം തോൽക്കുമ്പോൾ മനുഷ്യൻ കണ്ടെത്തുന്ന മാർഗങ്ങളാണ്. എന്നാൽ യേശു നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ യേശു തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ യേശു നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദ്യമേ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ. ആദ്യമേ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും നീ അന്വേഷിക്കുക. ഇവയെല്ലാം അതോടെ ചേർത്ത് നിങ്ങൾക്കായി നൽകും. അപ്പം ഇതിനോട് ചേർത്ത് നിങ്ങൾക്കെല്ലാം നൽകും. അപ്പൊ ദൈവത്തിന് മുന്നമേ അവന്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക, അതോടെ നിനക്ക് സകലവും ലഭിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ യേശു തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 6-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലും യേശു തമ്പുരാൻ പറയുന്നുണ്ട്. 6:25 മത്തായിയുടെ സുവിശേഷം. ആകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ പ്രാണനെ കുറിച്ചോ എന്തു ധരിക്കും എന്ന സ്വശരീരത്തെ കുറിച്ചോ നിങ്ങൾ വ്യാകുലപ്പെടരുത്. യേശു പറയാണ്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടേണ്ട. ശരീരത്തിന് ആവശ്യമായ 2 ഘടകങ്ങളുണ്ട്. അതൊന്ന് ഭക്ഷണവും പാനീയവുമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കത്തുള്ളൂ. എന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. ശരീരത്തിന് ആവശ്യമായ വസ്ത്രം അത് ധരിക്കേണ്ടതാണ്.
അപ്പൊ അതിനെക്കുറിച്ച് നീ വറിയാകേണ്ട കാര്യമില്ല. കാരണം മുന്നമേ നീ എന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി നിനക്ക് സകലതും ലഭിക്കുമെന്ന് യേശു തമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തുക, യേശുവിന്റെ സന്നിധിയിലേക്ക് അണയുവാനായിട്ട്, യേശുവിന്റെ പാതകളെ പിന്തുടരുവാൻ നമ്മൾ ശ്രമിക്കണമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ തൈലാഭിഷേകത്തിന്റെ വേദപുസ്തക അടിസ്ഥാനത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഓരോ കൂദാശയും, സഭയുടെ ഓരോ കൂദാശകളും വേദപുസ്തക അടിസ്ഥാനമാണ്. അല്ലാതെ സഭ ഇങ്ങനെ 7 കൂദാശകൾ ഒരു ദിവസം ഇരുന്ന് ടൈം ടേബിൾ പോലെ ഉണ്ടാക്കി ഇതെല്ലാം പിടിച്ചോന്ന് പറഞ്ഞ് നൽകുന്നതല്ല. ഈ ഓരോ കൂദാശകളും വേദപുസ്തക അടിസ്ഥാനമാണ്. അപ്പൊ തൈലാഭിഷേക ശുശ്രൂഷയുടെ ഒന്നാമത്തെ വേദപുസ്തക അടിസ്ഥാനം എന്ന് പറയുന്നത് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഒരുവൻ രോഗിയെങ്കിൽ അവൻ സഭയുടെ കശീശന്മാരെ വിളിക്കണം, അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നാമത്തിൽ തൈലം പൂശുകയും ചെയ്യും. ഒരുവൻ രോഗിയെങ്കിൽ അവൻ സഭയുടെ കശീശന്മാരെ വിളിക്കണം, അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തൈലം പൂശുകയും ചെയ്യുമെന്ന് യാക്കോബ് വളരെ വ്യക്തമായിട്ട് തന്റെ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുന്നു. ഇതാണ് വിശുദ്ധ തൈലാഭിഷേക കൂദാശയുടെ ഒന്നാമത്തെ വേദപുസ്തക അടിസ്ഥാനം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തില് പറയുന്ന കാര്യമുണ്ട്. ഇവിടുത്തെ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, നിങ്ങൾ ഒരു രോഗിയെങ്കിൽ സഭയിലെ കശീശന്മാരെ വിളിക്കണം, അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വിവരിക്കുന്നുണ്ട്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അതാണ് പറയുന്നത് യേശു ചെയ്ത കാര്യം. അവർ വളരെയേറെ പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും രോഗികളെ എണ്ണ പൂശി സുഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ രോഗികളെ എണ്ണ പൂശി സുഖപ്പെടുത്തിയതായിട്ട് മർക്കോസ് അവന്റെ സുവിശേഷത്തിലൂടെ അറിയിക്കുകയാണ്. അപ്പൊ യേശു തമ്പുരാൻ ചെയ്തിരുന്നതായ കാര്യം, യേശുവിന്റെ കാലത്ത് സംഭവിച്ചതായ കാര്യം, രോഗികൾ വരുമ്പോൾ അവരെ എണ്ണ പൂശി സുഖപ്പെടുത്തുന്ന രീതി പരിശുദ്ധ ആദിമ സഭയില് യേശുവിന്റെ കാലത്ത് ഉണ്ടായിരുന്നുവെന്നും അതും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള തൈലാഭിഷേക ശുശ്രൂഷയുടെ അടിസ്ഥാനമാണെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ രോഗിയായിരിക്കുന്ന ഒരുവൻ ആ സഭയിലെ കശീശന്മാരെ വിളിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുകയും അതുപോലെ തന്നെ ദൈവത്തിന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ അവർക്ക് എണ്ണ പൂശി അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഒന്നാമതായിട്ടുള്ളത് രോഗശാന്തി പ്രാപിക്കുക. അതായത് ഒന്നാമത്തെ ലക്ഷ്യം അതാണ്, രോഗശാന്തി പ്രാപിക്കുക. രോഗശാന്തി എന്ന് പറയുമ്പോൾ അത് ശരീരത്തെ മാത്രം ബാധിക്കുന്നതായ രോഗവിമുക്തിയല്ല, അല്ലെങ്കിൽ ശരീരത്തിനെ സമ്പാദിച്ച രോഗവിമുക്തിയെ മാത്രമല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്, പിന്നെയോ ആത്മീയ സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. രോഗാവസ്ഥയിൽ എത്തുമ്പോൾ ശരീരത്തോടൊപ്പം തന്നെ ആത്മീയമായും ഉള്ളതായ മറ്റെല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും മാറ്റി ശുദ്ധിയാകുക. ഏദന്റെ പർദീസയിൽ വെച്ച് നമുക്കറിയാം മനുഷ്യർക്ക് പറ്റിയതായ വലിയ വീഴ്ച. ആ വീഴ്ചയിലൂടെ സംഭവിച്ച ഒരു വലിയ കാര്യമാണ് ഇന്ന് പലപ്പോഴും നമ്മൾ ഈ ഭൂമിയിൽ അലയുവാനും കഷ്ടപ്പെടുവാനും പ്രയാസപ്പെടുവാനും ഇടയാക്കിയത്. എന്നാൽ ഹവ്വായുടെ ആ വലിയ പാപം മൂലം അവളെ ദൈവം അവളോട് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തില് നമുക്ക് കാണുവാൻ സാധിക്കും, സ്ത്രീയോട് അവൻ കൽപ്പിച്ചത്, ഞാൻ നിനക്ക് വേദനയും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. അപ്പോൾ വേദന നിന്റെ കൂടെ ഉണ്ടാവും നമ്മുടെ പാപങ്ങൾ മൂലം. എന്നാൽ പലപ്പോഴും ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവന് കിട്ടുന്ന ആ സൗഭാഗ്യത്തെക്കുറിച്ചും ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി ജീവിച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചും ആവർത്തന പുസ്തകത്തിൽ ദൈവം വിശദീകരിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന വ്യക്തിക്ക് സംഭവിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന കാര്യം. ആവർത്തന പുസ്തകം 28-35. സുഖപ്പെടാത്ത വ്രണങ്ങളാൽ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ ദൈവം നിന്നെ ശിക്ഷിക്കും. സുഖപ്പെടാത്ത വ്രണങ്ങളാൽ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ ദൈവം നിന്നെ ശിക്ഷിക്കും. അപ്പം ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നീ ജീവിച്ച് പ്രവർത്തിക്കുമ്പോൾ, ദൈവ വാക്കുകളെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ, സുഖപ്പെടാത്ത വ്രണങ്ങളാൽ
നിന്റെ ഉള്ളംകാൽ മുതൽ നെറുക വരെ ദൈവം നിന്നെ ശിക്ഷിക്കുമെന്ന് ആവർത്തന പുസ്തകത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവത്തിലേക്ക് തിരിയുന്നതിനും ദൈവം തരുന്ന ഒരു അനുഭവമായിട്ട് നമുക്ക് രോഗത്തെ കാണാവുന്നതാണ്. രോഗം വന്നത് മൂലം അനേകരിന്ന് ദൈവത്തിലേക്ക് തിരിഞ്ഞതായി നാം ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്കറിയാം. സുവിശേഷ പ്രഘോഷണത്തിലേക്ക്, ദൈവ വഴികളിലേക്ക് ഒരു രോഗം കാരണം തിരിഞ്ഞ അനേക വ്യക്തികള് ജീവിക്കുന്ന ഒരു ലോകത്താണ് നാമും ജീവിക്കുന്നത്. അനേക വ്യക്തികള് ഒരു രൂപാന്തരം, ഒരു മാറ്റമുണ്ടാകുവാൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ രോഗങ്ങള്, ബുദ്ധിമുട്ടുകള് കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ തൈലാഭിഷേക കുദാശ എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ടും ഒരു രോഗശാന്തി ശുശ്രൂഷയായിട്ട് മാറണമെങ്കിൽ അത് ഏൽക്കുന്നതായ, സ്വീകരിക്കുന്നതായ രോഗിക്കും അതുപോലെ ആ രോഗിയോട് കൂടെ നിൽക്കുന്നവർക്കും ആ രോഗിയുമായി ബന്ധപ്പെട്ടവർക്കും പൂർണ്ണമായിട്ടും അതിൽ വിശ്വാസമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് വലിയ ഒരു ഉദാഹരണമാണ് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളെ പ്രതിപാദിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 5-ന്റെ 35 പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സംഘാലെ പ്രമാണിയായ യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുമ്പോൾ, ആ സംഭവങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അവിടെ മകളെ മരിച്ചുപോയി രോഗാവസ്ഥയിലായിരിക്കും അവളെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ, പിന്നീട് ഈ സമയത്ത് യേശു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ വന്ന് അറിയിക്കുന്നുണ്ട് ആ ബാല മരിച്ചുപോയി. എന്നാൽ യേശു തമ്പുരാൻ അവിടെ തന്റെ 3 ശിഷ്യന്മാരെ മാത്രം കൂട്ടി, അതുപോലെ തന്നെ ആ കുഞ്ഞിന്റെ മാതാപിതാക്കളെയും കൂട്ടിക്കൊണ്ട് ആ മുറിക്കകത്ത് കടന്ന് ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കുകയാണ്, ഉയർപ്പിക്കുകയാണ്. അപ്പോൾ അവൾ ഉറങ്ങിയാന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്നവരൊക്കെ യേശുവിനെ പരിഹസിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായ സംഗതി, ആ യായിറോസിന്റെ വിശ്വാസം, അവന്റെ ആ വിശ്വാസമാണ് അവളുടെ മകളുടെ മരണത്തിന് ശേഷം അവളെ ഉയർപ്പിക്കുവാൻ ഇടയാക്കിയത്. അതുകൊണ്ടാണ് തന്റെ ശിഷ്യന്മാരെയും അതുപോലെ തന്നെ അവളുടെ മാതാപിതാക്കളെയും വിളിച്ച് അകത്ത് കയറ്റി യേശു തമ്പുരാൻ ആ മകളെ ഉയർപ്പിക്കുന്നത്. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുന്നുണ്ട് പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വരുന്നതായ സംഭവം. അവരുടെ വിശ്വാസം കണ്ട് യേശു അവനോട് നീ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നു. ചുരുക്കി പറയട്ടെ, അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ. അപ്പോൾ ഇവരുടെയൊക്കെ ആ വലിയ വിശ്വാസമാണ് അവരെ രക്ഷിച്ചത്, അവരെ സുഖപ്പെടുത്തിയത് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ തൈലാഭിഷേക ശുശ്രൂഷ സ്വീകരിക്കുന്ന ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ദൈവത്തിൽ ഈ ശുശ്രൂഷ കൊണ്ട് എനിക്ക് സൗഖ്യം നേടുവാനായിട്ട് സാധിക്കും, ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാൻ ഈ രോഗത്തെ അതിജീവിക്കും എന്നുള്ള ഒരു വലിയ സംഗതി അവന് ഉണ്ടാവണം. ആ വിശ്വാസം അവനുണ്ടാവണം. അതാണ് ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ ഒന്നാമത്തെ സംഗതി. രണ്ടാമതായിട്ട് സൗഭാഗ്യകരമായ ഒരു വാങ്ങിപ്പിന് ഒരുങ്ങുക. ചില രോഗങ്ങൾ നമുക്ക് സുഖപ്പെടുത്തുവാൻ കഴിയുന്നതല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് നമ്മളെ മാറ്റപ്പെടുവാനുള്ള ഒരു കാരണമായി ചില രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം, ജനിച്ച ഓരോ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഇയ്യോബിനോട് പറയുന്നുണ്ട്, ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 5-ാമത്തെ വാക്യത്തില് പറയുന്നുണ്ട്, കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 5-ാമത്തെ വാക്യം, അവന്റെ ജീവകാലത്തിന് പരിധിയുണ്ടല്ലോ, അവന്റെ മാസങ്ങളുടെ സംഖ്യ നിന്റെ പക്കൽ ഇരിക്കുന്നു, അവനെ ലംഘിച്ചുകൂടാത്ത പ്രമാണം നീ വച്ചിരിക്കുന്നു. അവന്റെ ജീവിതകാലം നിർണയിച്ചിരിക്കുക, അത് ഓൾറെഡി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവന്റെ മാസങ്ങളിലെ എണ്ണം നിന്റെ അടുത്തുണ്ട്. എത്ര മാസം അവൻ ജീവിച്ചിരിക്കുമെന്ന് നിനക്കറിയാം. അതുപോലെ തന്നെ അവന് ലംഘിച്ചുകൂടാത്ത അതിർത്തി നീ വെച്ചിരിക്കുന്നു. ആ അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോകുവാനായിട്ട് ജനിക്കുന്ന ഒരു മനുഷ്യന് സാധിക്കുകയില്ല. അത് നിർണയിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട്
ചില രോഗങ്ങൾ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഈ ലോകത്തിൽ നിന്ന് ദൈവം നിർണയിച്ചതായ ആ പരിധി കഴിഞ്ഞ് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു യാത്രയ്ക്ക് നാം ഒരുങ്ങിയാണ്. ഈ ലോകത്തിലെ യാത്ര അവസാനിപ്പിച്ച് മറ്റൊരു ലോകത്തിലേക്ക്, ദൈവം വസിക്കുന്ന സ്ഥലത്തേക്ക്, വിശുദ്ധന്മാരോടുകൂടിയുള്ള വാസത്തിന് നാം ഒരുങ്ങി തയ്യാറായി പോകുമ്പോൾ ആ യാത്രയ്ക്ക് വേണ്ടതായ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് പോകുവാൻ തൈലാഭിഷേക ശുശ്രൂഷയിലൂടെ സാധിക്കും. പുരോഹിതനെ വിളിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ച് നമ്മുടെ അവയവങ്ങളിൽ എണ്ണ പൂശി നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ ആ യാത്രയ്ക്ക് ഒരുക്കുമ്പോൾ ഈ കൂദാശ സ്വീകരിക്കുന്നത് വഴി ലഭിക്കുന്ന പുതിയ അനുഭവം, അതിൽ സംബന്ധിക്കുന്നവരുടെ ആ വിശ്വാസം, അവർക്ക് ലഭിക്കുന്നതായ ആ ദൈവകൃപ, അങ്ങനെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ഉള്ള ഒരു കാര്യമായിട്ട് ഈ ശുശ്രൂഷയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആ നല്ല ഒരുക്കത്തോടുകൂടി കടന്നു പോകുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന വലിയ അനുഭവത്തെക്കുറിച്ച് ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തില് വിവരിക്കുന്നുണ്ട്. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായി ഉണരും. ഇപ്പൊ നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവര്, അതായത് മരിച്ചുപോയവര്, അവരെ അടക്കുകയാണ്. ഈ ഭൂമിയിലെ പൊടിയിൽ അവരെ നാം അടക്കുന്നു, അല്ലെങ്കിൽ മണ്ണിൽ നാം അവരെ മറവ് ചെയ്യുന്നു. അപ്പൊ നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായിട്ട് ഉണരും. അപ്പൊ കർത്താവിന്റെ 2-ാമത്തെ വരവിൽ സംഭവിക്കുന്നതായ കാര്യമാണ്. അപ്പൊ ഇതുപോലെ അടക്കം ചെയ്തിരിക്കുന്ന ചിലരെ അവർക്ക് നിത്യജീവനായി അവരുടെ ഈ ലോകത്തിലെ വാസം മാറ്റപ്പെടുന്നു. എന്നാൽ മറ്റു ചിലർക്ക് ലജ്ജയ്ക്കും നിത്യമായ നിന്ദയ്ക്കും അവർക്ക് ഇത് കാരണമായി തീരുകയാണ്. അപ്പോൾ നല്ല രൂപത്തിൽ ഈ ലോകത്തിലെ ജീവിച്ച് പരിശുദ്ധ സഭ കൽപ്പിക്കുന്നതായ തൈലാഭിഷേക ശുശ്രൂഷയിലൂടെ ആ കൂദാശ സ്വീകരിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവൻ അവന് അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സൗഭാഗ്യകരമായ ഒരു വാങ്ങിപ്പ് നമുക്ക് നൽകുവാൻ ഈ തൈലാഭിഷേക ശുശ്രൂഷയിലൂടെ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ഇതൊരു അന്ത്യകൂദാശയല്ല, മറിച്ച് നിത്യമായ ജീവിതത്തിന് ഒരുക്കമുള്ള ഒരു വാസത്തിന് വേണ്ടി നാം പോകുമ്പോൾ സ്വീകരിച്ചു കൊണ്ടുപോകുന്നതായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ സഭയുടെ ഈ തൈലാഭിഷേക ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പഴയ നിയമകാലത്തും അതുപോലെ യേശുവിന്റെ കാലത്തും ഉണ്ടായിരുന്ന രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചതും അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതും അവരെ എണ്ണ പൂശിയതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ രോഗികളായവരെ എണ്ണ പൂശിയും അവരുടെ തലയിൽ കൈവച്ചും അവരെ സുഖപ്പെടുത്തി ശുദ്ധീകരിച്ചിരിക്കുന്നതായി പഴയ പുതിയ നിയമപുസ്തകങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന ഈ ആചാരം, ഈ പാരമ്പര്യം, ഈ സമ്പ്രദായം, ഇത് കണ്ടാണ് യാക്കോബ് വളർന്നിട്ടുള്ളത്. അല്ലെങ്കിൽ യാക്കോബ് അപ്പസ്തോലൻ അത് കണ്ട് അത് ചെയ്ത് വന്നിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടാകാം അദ്ദേഹം തന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ ആദിമസഭയിൽ പരിപാലിച്ചു വന്നിരുന്നതായ ഈ കാര്യമാണ് അദ്ദേഹം തന്റെ ലേഖനത്തിലൂടെ പറയുന്നത്. നിങ്ങളിൽ ആരെങ്കിലും രോഗിയായാൽ സഭയിലെ കശീശന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണമെന്നും അദ്ദേഹം അവരെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണമെന്നുള്ളതായ യാക്കോബിന്റെ പഠിപ്പിക്കൽ. അപ്പോൾ ഇത് പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ സഭ പുരോഹിതന്മാർക്ക് അനുവാദം നൽകുന്നത്, അല്ലെങ്കിൽ അവരെ അതിനുവേണ്ടി നിയോഗിക്കുന്നത്, അവരെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തുന്നത്. അപ്പൊ രോഗികൾ പുരോഹിതന്മാരുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണം, തൈലത്താൽ അഭിഷേകം പ്രാപിക്കണം. എന്നാൽ ചില സാഹചര്യത്തിൽ രോഗിക്ക് വരാൻ സാധിക്കാതിരിക്കുമ്പോൾ അവൻ ആ അവസ്ഥയിൽ അല്ലെങ്കിൽ അവൻ പുരോഹിതന്മാരെ വിളിച്ച് അവനായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ കൊണ്ടുവന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവനെ എണ്ണ പൂശി അവനെ അഭിഷേകം ചെയ്യുവാനും അവര് സമയം കണ്ടെത്തിയിരുന്നു. ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ അവർ തയ്യാറായിരുന്നു. അങ്ങനെ ആദിമസഭയിലുള്ള ഒരു സമ്പ്രദായമാണ് യാക്കോബ് ഇവിടെ വിവരിക്കുന്നത്. അതാണ് പരിശുദ്ധ സഭ ശ്രേഷ്ഠമായി ഇന്ന് നടത്തുന്നതായ തൈലാഭിഷേക ശുശ്രൂഷ. അപ്പൊ ശാരീരികമായ മാനസികമായ രോഗത്തിൽ നിന്ന് കൃപ ലഭിക്കുന്ന ദൈവീയ കർമ്മമായി ഈ കൂദാശ അങ്ങനെ മാറപ്പെടുകയാണ്. ശാരീരികവും മാനസികവുമായ രോഗത്തിൽ നിന്ന് ലഭിക്കുന്നതായ
ഒരു ദൈവിക കൃപ നമുക്ക് ഈ ദൈവിക കർമ്മത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഈ കൂദാശ സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയെ പുരോഹിതന്മാര് സാധാരണ ചെയ്യുന്നത്, രോഗിയായിട്ട് വരുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് അവന് സുബോധമുള്ള അവസ്ഥയിലാണെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം അവനെ എണ്ണ പൂശും, അതിനുശേഷം അവനെ കുമ്പസാരിപ്പിക്കും. പിന്നീട് അവന് കുർബാനയും നൽകാറുണ്ട് പൂർണ്ണമായ സുബോധമുള്ളതായ വ്യക്തികൾക്ക്. അപ്പോൾ അവന്റെ അടുക്കൽ ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവന്റെ പാപങ്ങൾക്ക് വേണ്ടി മോചനം അപേക്ഷിച്ച് അവനെ എണ്ണയാൽ ശുദ്ധീകരിച്ച് അവൻ ചെയ്തു പോയ പാപങ്ങളെ കേട്ട് ആ പാപങ്ങളെ മോചിച്ച് അവന് വിശുദ്ധ കുർബാന നൽകി അവനെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ രോഗി എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വരുന്നതായ വ്യക്തിയാണ്. ആ അനുഭവത്തിലേക്ക് അവൻ വരികയാണ്. അതുവരെ ഉണ്ടായിരുന്ന അവന്റെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവനെ എണ്ണപൂശി അവനെ ശുദ്ധീകരിച്ചു, അവന്റെ പാപങ്ങളെ കേട്ട് അവന്റെ പാപങ്ങളെ ക്ഷമിച്ച് അവനെ ആ ഒരു പാപമോചനത്തിന്റെ അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുവന്നു. പിന്നീട് കർത്താവിന്റെ ശരീരരക്തങ്ങളെ നൽകുക വഴി അവനെ പൂർണ്ണമായും ദൈവത്തിന്റെ മകനായി മകളായി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പുരോഹിതന്മാരെ, നമ്മൾ സഭയിലെ പുരോഹിതന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പുരോഹിതന്മാരെ രോഗാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി വിളിക്കണമെന്നും അവരെണ്ണ പൂശി അവരെ സുഖപ്പെടുത്തുന്നതൊക്കെ എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് സിറിയക്കാരനായ ഇസ്ഹാക്ക് പറയുന്ന സെന്റ് ഐസക് ഓഫ് ദ സിറിയൻ, അദ്ദേഹം പറയുന്നത് രോഗാവസ്ഥയിലെ നമ്മുടെ ഏറ്റവും ബലമേറിയ സഹായം പ്രാർത്ഥനയാണ്. സിറിയക്കാരനായ ഇസ്ഹാക്ക് പറയുകയാണ് രോഗാവസ്ഥയിലെ നമ്മുടെ ഏറ്റവും ബലമേറിയ സഹായം പ്രാർത്ഥനയാണ്. നമുക്ക് പലപ്പോഴും അനുഭവമുള്ളതാണ്. ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഇന്ന് നാം പലരും ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ രോഗാവസ്ഥയിൽ ലഭിക്കുന്ന പ്രാർത്ഥന, അത് പുരോഹിതൻ ദൈവത്താൽ ഈ ശുശ്രൂഷ അനുഷ്ഠിക്കപ്പെടുവാൻ വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെടുന്ന ആ പുരോഹിതനിലൂടെ അത് നിവർത്തിക്കപ്പെടുമ്പോൾ പൂർണ്ണമായും സൗഖ്യം ലഭിക്കുന്ന ഒരു അവസ്ഥ. ഇന്നത്തെ പോലെ വൈദ്യശാസ്ത്രം വികസിച്ചിട്ടില്ലാത്ത ആദിമകാലത്ത് അന്നുള്ള ആളുകൾ അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും വരുമ്പോൾ ഇപ്രകാരം പുരോഹിതന്മാരുടെ സഹായം നേടിയത് കൊണ്ടാണ് യാക്കോബ് ഇതിനെക്കുറിച്ച് വിവരിക്കുന്നത്. ഇപ്പൊ രോഗാവസ്ഥയിൽ പ്രാർത്ഥനകൾക്ക് നമ്മുടെ അപേക്ഷകളെക്കാൾ ഉപരി നന്ദി പറയണമെന്ന് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നുണ്ട്. അതായത് പലപ്പോഴും രോഗാവസ്ഥയിൽ ഇതുവരെ ഞാൻ ജീവിച്ച എന്റെ ജീവിതത്തിൽ നീ ചൊരിഞ്ഞിട്ടുള്ള അനേകമായ നന്മകൾക്ക് ഞാൻ നിനക്ക് നന്ദി പറയും. അപ്പൊ രോഗാവസ്ഥ നന്ദി പറയുന്നതിനുള്ള ഒരു അവസരമാണ്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപകൾക്ക് വേണ്ടി ദൈവമുമ്പാകെ നന്ദി പറയും. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലെ പൗലോസ്ലീഹായും പറയുന്നത്, യേശുമിശിഹ മൂലം ഇതാകുന്നു നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. എല്ലാത്തിനും സ്തോത്രം ചെയ്യുവേ, ഇതാകുന്നു നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. അപ്പം നമ്മൾ 1 തെസ്സലോനി 5:18 വാക്യത്തിൽ 17-ാമത്തെ വാക്യത്തിൽ വിവരിക്കുന്നതാണ്, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനെയും പ്രതി സ്തോത്രം ചെയ്യുകയും. എല്ലാത്തിനെ കുറിച്ച് സ്തോത്രം ചെയ്യണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നീ അപേക്ഷകൾ മാത്രമല്ല, നിന്റെ ആവശ്യങ്ങൾ മാത്രമല്ല ദൈവം മുമ്പാകെ വെക്കേണ്ടത്, എല്ലാത്തിനെ കുറിച്ച് നീ സ്തോത്രം ചെയ്യുക. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. പൗലോസ്ലീഹ പറയുന്നത് അതാണ് സഭ പഠിപ്പിക്കുന്നത്. രോഗാവസ്ഥയിൽ നീ ദൈവത്തിന് നന്ദി പറയുക. രോഗങ്ങളിൽ പലതും മരണപ്പെടുവാനല്ലെന്നും അവ ദൈവസന്നിധിയിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുവാനാണെന്നും ദൈവമഹത്വം ഇടയാക്കുമെന്നും യേശു നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ രോഗങ്ങളും മരണത്തിന് വേണ്ടിയുള്ളതല്ല, ദൈവമായി നമ്മളെ ബന്ധപ്പെടുത്താനുള്ള കാരണമാണെന്ന്, ദൈവത്തുമായി നമ്മളെ ബന്ധപ്പെടുത്താനുള്ള കാരണങ്ങളാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം. യേശുവോ ഈ രോഗം മരണത്തിനായിട്ടല്ല, പിന്നെയോ അവൻ നിമിത്തമായി ദൈവത്തിന്റെ പുത്രൻ മഹിമപ്പെടുവാനായി ദൈവമഹത്വത്തിന് വേണ്ടിയുള്ളതാകുന്നു. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം, ഇതിലേക്ക് ഞാൻ കടക്കുന്നില്ല. യേശു പറയുകയാണ് ഈ രോഗം മരണത്തിനായിട്ടുള്ളതല്ല, പിന്നെയോ
അവൻ നിമിത്തമായി ദൈവത്തിന്റെ പുത്രൻ മഹിയപ്പെടുവാൻ ദൈവ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ രോഗങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അതുവഴി അവൻ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ മഹത്വം നിറവേറ്റപ്പെടുവാൻ വേണ്ടി രോഗം ഉണ്ടാവുന്നുവെന്ന് യേശു തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതേ ആശയം തന്നെയാണ് പിറവിയിലെ കുരുടനായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ശിഷ്യന്മാര് ചോദിക്കുമ്പോൾ അത് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അവരെ കുറിച്ച് ചോദിക്കുമ്പോൾ, ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ യേശു പറയുന്നത്, ഇവനോ ഇവന്റെ മാതാപിതാക്കളോ പാപം ചെയ്തത് കൊണ്ടല്ല, പിന്നെയോ അവനിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണപ്പെടേണ്ടതിന് തന്നെ. അപ്പൊ അവന്റെ രോഗാവസ്ഥ, അവന്റെ കണ്ണിന് കാഴ്ചയില്ലാത്തത്, അവൻ അങ്ങനെ ഒരു കാഴ്ചയില്ലാതെ അവൻ ജനിച്ചതിന്റെ കാരണം അവന്റെ മാതാപിതാക്കളുടെ കുറ്റമല്ല, ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ കാണപ്പെടണം. അപ്പം പലപ്പോഴും നമ്മളിൽ ഉണ്ടാകുന്ന രോഗം അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് കാരണമായി തീരണം. അതിനുവേണ്ടി പുരോഹിതന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കണം. കാരണം ഈ രോഗാവസ്ഥയിൽ നാം പലപ്പോഴും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട്, നിശബ്ദമായി പ്രാർത്ഥിക്കാറുണ്ട്, നമ്മൾ വലിയ ഉച്ചത്തിൽ നിലവിളിക്കാറുണ്ട്, കണ്ണുനീര് കൊണ്ട് നമ്മുടെ കിടക്കയെ നാം കഴുകാറുണ്ട്. കാരണം അപ്പോഴാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതുമായ പ്രവൃത്തികളെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് തന്നെ രോഗാവസ്ഥയിൽ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പുരോഹിതന്മാരുടെ സാന്നിധ്യം വളരെ ആവശ്യമാണെന്നും അത് വലിയ ശക്തി നൽകുമെന്നും സഭയുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നതും പലപ്പോഴും നമുക്ക് അനുഭവസ്ഥമാകുന്നതായ സംഗതി. രണ്ടാമത്, പുരോഹിതന്മാര് വന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവർ ചെയ്യുന്ന സംഗതി നമ്മൾ കണ്ടു കഴിഞ്ഞു, തൈലം പൂശുകയാണ്. സുറിയാനി സഭയില് തൈലം കൊണ്ടുള്ള അഭിഷേകം 5 തരം അഭിഷേകമുണ്ടെന്ന് നമുക്ക് മാമോദീസായിട്ട് ഈ തൈലാഭിഷേകത്തിന് ഉപയോഗിക്കുന്നതായ സൈത്ത് എന്ന് പറയുന്നത്, ഒലിവെന്ന് പറയുന്നത് വിശുദ്ധ മൂറോനല്ല. അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. തൈലാഭിഷേക സൈത്ത് എന്ന് പറയുന്നത് വിശുദ്ധീകരിച്ചതായ ഒരു തൈലമാണ്. ഒലിവെണ്ണയിൽ നിന്ന് ഒലിവെണ്ണ വിശുദ്ധീകരിച്ച് പ്രാർത്ഥനയിലൂടെ വിശുദ്ധീകരിച്ച ആ തൈലമാണ് തൈലാഭിഷേകത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ വിശുദ്ധ സഭയിലെ 5 തരം അഭിഷേകങ്ങളുണ്ട്. അതൊന്ന് മാമോദിസായുടെ സമയത്ത് വിശുദ്ധ മൂറോന് മുമ്പായിട്ട് കുഞ്ഞിനെ അഭിഷേകം ചെയ്യുന്നത്, അതുപോലെ വാഴ്ത്തപ്പെട്ട തൈലത്താലുള്ള രോഗികളുടെ അഭിഷേകം, പിന്നീടുള്ള അഭിഷേകമാണ് മൂറോൻ കൊണ്ടുള്ളതായ അഭിഷേകം, അതുപോലെ ദേവാലയത്തിന്റെ തവലിത്താടിയൊക്കെ റൂഷ്മ ചെയ്യുമ്പോൾ, അത് കൂദാശ ചെയ്യുമ്പോഴുള്ള അഭിഷേകം. ഇത് പിന്നെ അവസാനത്തെ 5-ാമത്തേതാണ് മൃതശരീരത്തിൽ നമ്മൾ അവസാനം വീഴ്ത്തുന്നതായ തൈലം. അപ്പൊ ഇങ്ങനെ 5 സമയങ്ങളില് അല്ലെങ്കിൽ 5 ഭാഗങ്ങളായിട്ട് 5 ശുശ്രൂഷകളില് സമയങ്ങളില് തൈലം കൊണ്ടുള്ള അഭിഷേകം പരിശുദ്ധ സഭയില് ചെയ്യാറുണ്ട്. അപ്പം ഈ വാഴ്ത്തപ്പെട്ട തൈലത്താൽ ഒരു പുരോഹിതൻ തൈലാഭിഷേക ശുശ്രൂഷയിൽ രോഗിയെ അഭിഷേകം ചെയ്യുമ്പോൾ, അവന്റെ ശരീരത്തിൽ പുരട്ടുമ്പോൾ സാത്താനോടുള്ള യുദ്ധത്തിന്റെ ഒരു ഉപകരണമായി അത് ഗണിക്കപ്പെടുകയാണ്. അവന്റെ ജീവിതത്തിൽ അവരൊരവസ്ഥയിലെത്തുമ്പോൾ ഇനിയും അവനെ സാത്താൻ ആക്രമിക്കാതെ ആ ഒരു വലിയ ഷീൽഡ് അവന്റെ ശരീരത്തിൽ എണ്ണ പൂശി അവനെ സുഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവൻ ഈ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ ദൈവം ഭാഗം എത്തിച്ചേരുന്നതിനുള്ളതായ ഒരു അഭിഷേകം. അതുകൊണ്ടാണ് വിശുദ്ധ തൈലം കൊണ്ട് രോഗി പൂശപ്പെടുമ്പോൾ അയാളുടെ ആത്മാവ് പവിത്രീകരിക്കപ്പെടുന്നുവെന്ന് തർത്തുല്യൻ പറയുന്നത്. വിശുദ്ധ തൈലം കൊണ്ട് രോഗി പൂശപ്പെടുമ്പോൾ അയാളുടെ ആത്മാവ് പവിത്രീകരിക്കപ്പെടുന്നു എന്നാണ് തർത്തുല്യൻ പറയുന്നത്. കാരണം നമുക്കറിയാം, യേശു തമ്പുരാൻ പഠിപ്പിച്ച ശമരിയക്കാരന്റെ ഉപമയിലൂടും നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. പ്രയാസപ്പെടുന്ന ഒരുവന് ശക്തിയും ഓജസ്സും നൽകുവാനായിട്ട് തൈലം ഗുണപ്പെടുത്തുവെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് ആ ശമരിയക്കാരന്റെ ഉപമയിലൂടെ പറയുന്നുണ്ട്. അവിടുത്തെ 34-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: അവന്റെ അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകൾ വെച്ച് കെട്ടി. അപ്പോൾ അവന്റെ മുറിവുകളെ എണ്ണ പൂശി അതിനെ വെട്ടി കെട്ടിയതായി ആ ശമരിയക്കാരൻ ചെയ്തതായിട്ട് യേശു പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂദാശയിലൂടെ ആ രോഗിക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും അതുപോലെ പാപങ്ങളുടെ മോചനവും ഈ എണ്ണപൂശലിലൂടെ ലഭിക്കുകയാണ്. ഇപ്പൊ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവന്റെ വേദനകളുള്ള ഭാഗത്ത് എണ്ണ പൂശി അവന്റെ പാപങ്ങൾ കേട്ട് അവനെ കുമ്പസാരിപ്പിച്ച് കർത്താവിന്റെ ശരീരരക്തങ്ങളെ നൽകുമ്പോൾ പൂർണ്ണമായും അവൻ ഒരുക്കമുള്ള വിശുദ്ധനായ അല്ലെങ്കിൽ ആ വിശുദ്ധിയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയായി അവൻ മാറ്റപ്പെടുകയാണ്, അവൻ മാറപ്പെടുകയാണ്. അപ്പോൾ ഈ കൂദാശയിലൂടെ ശരീരത്തിന്റെയും ആത്മാവിനും
പൂർണ്ണമായ രക്ഷ ലഭിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന് പുരോഹിതൻ ഒരു മധ്യസ്ഥനായി മാറുകയാണ്. അപ്പോൾ തൈലാഭിഷേക ശുശ്രൂഷയിലൂടെ, ആ കൂദാശയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമതായിട്ട് രോഗിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട് അവനെ കുമ്പസാരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മൂന്നാമതായിട്ട് അവന്റെ ശരീരത്തിൽ തൃത്വനാമത്തിൽ എണ്ണ പൂശി അവനെ അഭിഷേകം ചെയ്യുന്നു. നാലാമതായിട്ട് അവന്റെ ശരീരത്തിലെ മറ്റെല്ലാ ഭാഗങ്ങളിലും എണ്ണ പൂശി അവനെ അഭിഷേകം ചെയ്യുകയാണ്. അപ്പം അങ്ങനെ പൂർണ്ണമായിട്ടും അവനെ ശുദ്ധീകരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് തൈലാഭിഷേക ശുശ്രൂഷ. അപ്പോൾ ഈ തൈലാഭിഷേക ശുശ്രൂഷയുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് രോഗത്തിന് ഉള്ള ശമനം, പൂർണ്ണമായ സൗഖ്യം, എന്നാൽ മാരകമായ രോഗാവസ്ഥയിലുള്ളവർക്ക് സംതൃപ്തമായ ഒരു ജീവിത അവസാനവും ഈ ശുശ്രൂഷയിലൂടെ നൽകുകയാണ്. അവൻ സ്വീകരിക്കേണ്ട എല്ലാ കർമ്മങ്ങളും സ്വീകരിച്ച് ദൈവസന്നിധിയിലേക്കുള്ളതായ ഒരു യാത്രയായിട്ട്. അപ്പം അതുപോലെ തന്നെ പാപത്തിലൂടെയും പൈശാചിക പ്രവർത്തനത്തിന്റെ ഫലമായി രോഗിയിൽ എത്തിച്ചേരുന്നതായ, രോഗിയിലുള്ളതായ ബന്ധനങ്ങളെ ഈ കൂദാശയിലൂടെ അഴിക്കുകയാണ്. അതിന് മോചനം നൽകുക, അതോടൊപ്പം ഒരു ദൈവിക പരിരക്ഷ അവന് നൽകുകയും ചെയ്യുകയാണ്. മറ്റൊരു കാര്യമുള്ളത് കുമ്പസാരവും അതുപോലെ വിശുദ്ധ കൃപാനയുടെയും സ്വീകരണത്തിലൂടെ ശാരീരികവും ആത്മീയവുമായ ഒരു രക്ഷ, ആ നിത്യജീവന്റെ പ്രാപിക്കുവാനുള്ള ഒരു അവകാശം ഈ കൂദാശയിലൂടെ ആ രോഗി പ്രാപിക്കുന്നുണ്ട്. നാലാമതായിട്ട് അവന്റെ ശരീരവും ആത്മാവും തമ്മിലുള്ള ആഴമായ ബന്ധം വഴി ആത്മാവിന്റെ സൗഖ്യം ശരീരത്തിന്റെ രോഗമുക്തിക്ക് സഹായിക്കുന്നു. കാരണം അവരിലുണ്ടായ പാപങ്ങൾ മൂലം അവന്റെ ആത്മാവ് രോഗാവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ ആ ശുശ്രൂഷയിലൂടെ ആ ആത്മാവിന് ലഭിക്കുന്നതായ സൗഖ്യം അവന്റെ ശാരീരികമായ രോഗാവസ്ഥയിൽ അവനെ മാറ്റി അവനെ പൂർണ്ണ ആരോഗ്യവാനായി അല്ലെങ്കിൽ പൂർണ്ണ ശക്തിയുള്ളവനായി മാറ്റുവാൻ ഈ ശുശ്രൂഷയിലൂടെ സഹായിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തൈലാഭിഷേക ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കൂദാശയാണ്. അത് അനുവർത്തിക്കേണ്ടതായ സമയങ്ങളിൽ അത് ചെയ്യേണ്ടതും അതിനെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതും അത് നിവർത്തിക്കേണ്ടതും ആവശ്യമാണെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ തൈലാഭിഷേക കൂദാശയുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ചൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുവാനുള്ളത് കന്തീലാ ശുശ്രൂഷ. കന്തീലാ ശുശ്രൂഷ എന്ന് പറയുന്നത് 5 തിരികൾ കത്തിച്ചുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് ഇതിനെ കന്തീല എന്ന പേർ വിളിക്കുന്നത്. ഈ 5 തിരികൾ കത്തിച്ചുകൊണ്ടുള്ളതായ ശുശ്രൂഷ, ഇത് തൈലാഭിഷേക ശുശ്രൂഷയുടെ കൂദാശയുടെ ഒരു വികസിത രൂപമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ആത്മീയമായ രോഗശമനത്തിന് വേണ്ടിയാണ് ഈ കന്തീലാ ശുശ്രൂഷയും ചെയ്യുന്നത്. 5 തിരികൾ 5 ഇന്ദ്രിയങ്ങളെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ബുദ്ധിയുള്ള 5 കന്യകമാരെയും ഈ 5 തിരികൾ പ്രതിപാദിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അപ്പം പഞ്ചേന്ദ്രിയങ്ങളിലൊക്കെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് റൂഷ്മ ചെയ്താണ് കന്തീലാ ശുശ്രൂഷയും ചെയ്യുന്നത്. ഇതിനെ തൈലാഭിഷേകത്തിന്റെ ഒരു ഇച്ചിരൂടെ വികസിതമായ രൂപമെന്ന് മാത്രമേ കന്തീലാ ശുശ്രൂഷയ്ക്കുള്ളൂ. രണ്ടിന്റെയും കാര്യങ്ങൾ ക്രമീകരണമൊക്കെ ഏകദേശം ഒരുപോലെയാണ്. ശരീരത്തിലും മറ്റവയവങ്ങളിലുമൊക്കെ എണ്ണ പൂശി സുഖപ്പെടുത്തി ഈ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ചെയ്യുക. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് പറയുവാനായിട്ടുള്ളത്. ഇന്ന് നമ്മൾ മൂറോനും തൈലാഭിഷേക ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.